ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു 1 kg നട്ടി പപ്പ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു തവണ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വിസ്ക് യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു 3 തവണ അരിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് ചൂടുള്ള പാലിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൊരു 3 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ചൊഴിക്കാവേ. അതിലേക്ക് ഞാൻ ഈ സിമേഗയുടെ വാനില എസൻസ് 1 ടീസ്പൂണോളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. എഗ്ഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്യണം. ഈ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറാവും. ആ ഒരു ഇതുവരെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എത്ര നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നു അത്രയും നല്ലത് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചർ ആകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബൂസ്റ്റ് കലക്കി വെച്ചിരിക്കുന്ന പാലും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ഇതും കൂടെ ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം. അപ്പം നമുക്കിനി ഇതൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം മിക്സ് ചെയ്യുന്ന ബീറ്റർ യൂസ് ചെയ്ത് തന്നെയാണ്. അപ്പം ഞാൻ മിക്സ് ചെയ്യുന്നൊന്ന് ജസ്റ്റ് എനിക്ക് ഇതാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്യുന്ന എനിക്ക് തോന്നി. ഒന്ന് നമ്മൾ ആ ബീറ്റർ യൂസ് ജസ്റ്റ് ഒന്ന്, അതായത് ബീറ്റർ ഓൺ ആക്കാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. ആ കറക്കുന്ന വഴിക്ക് ഇടയ്ക്ക് ഒന്ന് നമുക്ക് എല്ലാ ബീറ്ററിലും കാണുന്ന ഒരു പ്രസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടുക. അല്ലാണ്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കറങ്ങുന്ന സമയത്ത് ആ കൂടെ ബീറ്ററും കൂടെ ഒന്ന് കറക്കി വിടുക. അപ്പോൾ ആ കൂടെ നമ്മുടെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടും. നമ്മുടെ എഗ്ഗ് ബാറ്ററൊന്നും താന്നും പോകത്തില്ല കേട്ടോ. ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ തോന്നി കേട്ടോ. ഞാൻ വിസ്ക് യൂസ് ചെയ്തായിരുന്നു മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല തിരക്കുള്ള ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. ബാറ്ററൊന്നും താന്നൊന്നും പോകണില്ല, അപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഇപ്പോൾ ഒരു 3 തവണയായിട്ട് ഞാൻ ആ ഫ്ലോർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ സ്പാച്ചുല യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നന്നായി മിക്സായിരിക്കും സാധനം, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് ബേക്കുള്ള ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 7.5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ എടുത്തേക്കുന്നത്. അപ്പം അത് ഓൾറെഡി ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി ഇട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനൊരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെക്കുന്ന സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായി ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. ഈ പൊങ്ങിയതിന് ശേഷമാണ് ഈ ബേക്കിംഗ് സ്റ്റാർട്ടിങ് ആണ്. അപ്പം നമ്മുടെ അതിനുള്ളിൽ ആവശ്യത്തിന് ചൂടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്റർ പെട്ടെന്ന് പൊങ്ങില്ല, ഭയങ്കര താമസിച്ച് പൊങ്ങുന്നു. അപ്പം നമ്മുടെ ഈ ബാറ്ററെല്ലാം അടിയിൽ അടിഞ്ഞിട്ടാണ് താഴത്തിലേറെ ഭയങ്കര കട്ടി തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് 35 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുത്താം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ആറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിറപ്പാട്ടോ. 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടി ഇട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെയറിൽ സൈഡിലൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് ബദാമും ക്യാഷും കുറച്ച് ചോക്കോ ചിപ്സും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് ഔട്ട് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് സിറപ്പിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഫസ്റ്റ് ലെയർ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പൈപ്പ് ബാഗിലും അല്ലാണ്ടാണേലും മതി കേട്ടോ. ഞാൻ ഇതൊരു എളുപ്പത്തിന് പൈപ്പ് ബാഗിൽ എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായി ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ലെയറിൽ നമ്മൾ ആദ്യം ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് വൈറ്റ് ഗനാഷ് ആണെങ്കിലും മതി. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അതായത് ബദാമും ക്യാഷായിൻ്റെ മിക്സ് ഇങ്ങോട്ട് കുറച്ച് ലെയറിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഒന്ന് വെതറി ഇട്ട് കൊടുക്കാവേ. ഇതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി സിറപ്പൊക്കെ ഇട്ട് വെച്ച ശേഷം ക്രീം കൂടെ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ ടോപ്പിൽ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുക. അതുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മുടെ നട്ട്സും ചിപ്സൊക്കെ ഒന്ന് മിക്സ് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബൂസ്റ്റും ഇട്ട ശേഷം നമുക്ക് തേർഡ് ലെയറോടൊക്കെ വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീമൊക്കെ അപ്ലൈ ശേഷം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രം കോട്ട് ചെയ്തില്ലെങ്കിൽ ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്യാമെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ക്രീം അപ്ലൈ ചെയ്യും കേട്ടോ. ആദ്യത്തെ ഒറ്റ കൂട്ടുകൊണ്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ക്രംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലറ്റ് നൈഫൊക്കെ ഇട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ക്രംസൊക്കെ പുറത്ത് കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒറ്റ കോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഒരു രീതി അനുസരിച്ച്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സൊക്കെയാണ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെ കോട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കൊന്ന് ആ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ്, ഇപ്പോൾ ഫൈനൽ കോട്ടോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രാപ്പർ യൂസ് ചെയ്തൊന്ന് ഷേപ്പൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മുകളിൽ എക്സ്ട്രാ ആയിട്ടുള്ള ക്രീമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് വടിച്ച് മാറ്റിയെടുത്തെടുക്കാവേ. എന്നിട്ട് ടോപ്പൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനി അത്രയും ടോപ്പൊന്ന് ഫിനിഷ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഓയിൽ ബ്രഷൊക്കെ യൂസ് ചെയ്ത് ടോപ്പിൽ ഡിസൈൻ കൊടുക്കും കേട്ടോ. ഞാനിപ്പം ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിപ്പോൾ ചെറിയ ഡിസൈൻ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഇന്ന് സമയമില്ലായിരുന്നു, പെട്ടെന്ന് കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാവട്ടെ ഞാൻ പെട്ടെന്ന് അധികം സമയം കളയണ്ടല്ലോ എന്ന് ഓർത്താം. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനിനി ആ സൈഡിൽ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ചോക്കോ ചിപ്സൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് വെതറി ഇട്ടൊന്ന് സൈഡിൽ ഒന്ന് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫുള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ആ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ചെറിയ ബബിൾസൊക്കെ കൊടുക്കുക. അപ്പോൾ പേര് എഴുതുള്ള ഭാഗം ഒന്ന് ഞാൻ ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് ഒരടപ്പ് യൂസ് ചെയ്തിട്ട്. ഇനിയിപ്പം ഇതുപോലെ ചെറിയ ബബിൾസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അധികം ചോക്ലേറ്റ് ഒന്നും എടുത്തില്ല, കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ കൂടിയെങ്കിലും ഉള്ളൂ. ഞാൻ ജസ്റ്റ് അങ്ങ് അളവൊന്നും എടുത്തില്ല, കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ആദ്യം ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച കൂട്ടത്തിൽ അതിൻ്റെ അത് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണോളം ക്രീം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഡബിൾ ബോയിൽ ചെയ്തിട്ടില്ല ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഇച്ചിരി ചൂടോടുകൂടി തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇപ്പോൾ ഒത്തിരി തണുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരി കട്ട പോലെയാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചൂടാക്കിയതിന് ശേഷം ഒന്നുകൂടെ ടോപ്പിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ എന്നാലേ ഉള്ളൂ പെട്ടെന്നൊന്ന് സെറ്റ് ആകത്തുള്ളൂ. ഇപ്പം നമ്മുടെ കേക്ക് ഞാൻ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. അപ്പം എന്നിട്ട് നമുക്ക് ഇനി ഇതുപോലെ ബബിൾസ് എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരേ വലിപ്പം തന്നെ വേണമെന്നില്ല, ചെറുതും വലിപ്പം കൂടിയതും കുറഞ്ഞ രീതിയിലൊക്കെ കുറച്ച് ബബിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ചൂടുള്ളതുകൊണ്ട് പതുക്കെ ഒന്ന് സ്പ്രെഡായി വരുന്ന പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ ഒഴുകി പോകുന്നൊന്നുമില്ല. അത്യാവശ്യം ഒരു തിക്നെസ് തന്നെയാണ് നമ്മുടെ ഗനാഷ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് ബബിൾസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചുള്ള ബബിൾസ് നമ്മൾ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മളിതുപോലെ ഈ ചായ കരിക്കുന്ന അരിപ്പയ്ക്കകത്തോട്ട് കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പൂൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാണ്ടൊന്ന് ജസ്റ്റ് അതിലൊന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഈ തണുപ്പ് സമയമൊക്കെയാണ്ട് അടിയിലൊക്കെ കുറച്ച് ഇങ്ങനെ തണുത്തിട്ട് അത് കട്ട പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് അത് പിന്നെ നിർത്തി. ചെറിയ കട്ട പോലെയൊക്കെ വീഴാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടപ്പൊക്കെ മാറ്റാം. അടപ്പ് മാറ്റിയ ശേഷം ഇനി നമുക്കവിടെ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനത് വലിയ കാര്യമായിട്ടൊന്നും കളർഫുള്ളായിട്ടൊന്നും ചെയ്യുന്നില്ല. വൈറ്റ് ക്രീം വെച്ച് തന്നെ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോസ് പെറ്റൽ നോസിൽ എടുത്തേക്കുന്ന ചെറിയ റോസ് പെറ്റൽ നോസിൽ അത് വെച്ചിട്ട് ചുമ്മാ ചെറിയ പെറ്റൽ പോലെ ചുമ്മാ റൗണ്ടി അങ്ങ് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് ഐഡിയ ഒന്നും കിട്ടിയില്ല, ചുമ്മാ അങ്ങ് ആ സമയത്ത് തോന്നി അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ആ ഫുള്ളൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്ത് എടുത്ത് വെച്ച് വന്നാൽ പെറ്റൽസിൻ്റെ ഇതുകൊണ്ട് ചെറിയ പാട് പോലെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ചെറിയ സ്റ്റാർ നോസിൽ എടുത്തിട്ട് ചുമ്മാ ചെറിയൊരു ഫ്ലവർ പോലെ അതിന് ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അതിപ്പോൾ ഞാൻ എഴുതുന്നപ്പോഴും കാണിക്കുന്നുണ്ട് കേട്ടോ, കാണിക്കാത്ത. ഇനി പിന്നെ ഇച്ചിരി ഒന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടി കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഒന്ന് ഇടപെട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഹാർട്ടിൻ്റെ ഇത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് ഇതാവും കേട്ടോ. അപ്പം എല്ലാവരും വെയിറ്റ് കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കമൻസ് ഒന്ന് അറിയിക്കാനും മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.